ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ പരിശോധനാ റിപ്പോർട്ട് തേടി പ്രത്യേക അന്വേഷണ സംഘം. റിപ്പോർട്ട് ലഭിക്കാൻ SIT കോടതിയിൽ വൈകാതെ അപേക്ഷ സമർപ്പിക്കും. ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിക്കും പുറമെ കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധനാഫലം ലഭിക്കുന്നതിലൂടെ വ്യക്തമാകും. കേസിൽ അറസ്റ്റിലായ KP ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മാറ്റണമോ എന്ന കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, ഇതിപ്പോൾ സ്വർണ്ണ ഉരുപ്പടികളുടെ പരിശോധന റിപ്പോർട്ടൊക്കെ ലഭിക്കേണ്ടതുണ്ട്. SITയുടെ ആവശ്യം എന്താണ്? ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമുള്ള തുടർ നടപടികൾ, തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ശബരിമലയിലെ സ്വർണത്തിന്റെ അതിന്റെ ഒരു പ്യൂരിറ്റി, അത് കൊണ്ടുപോയിരിക്കുന്നത് സ്വർണം തന്നെയാണോ എത്തിച്ചിരിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ ഇടങ്ങളിൽ നിന്ന് സ്വർണം കൊണ്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ശാസ്ത്രീയമായ പരിശോധന നടത്തിയത്. ഇതിന്റെ റിപ്പോർട്ടാണ് ഇന്നലെ VSSC കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് കോടതി ഇപ്പോൾ പരിഗണനയിലാണ്. കോടതി പരിശോധിച്ചതിന് ശേഷം അത് SITക്ക് കൈമാറും. അത് കൈമാറുന്നതിനുള്ള തൊട്ടുമുമ്പായിട്ടുള്ള അപേക്ഷയാണ് നൽകിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. ഇത് പരിശോധിക്കുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരും എന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബന്ധപ്പെട്ട് UDFന്റെ സർക്കാരിന്റെ കാലത്തുള്ള ഭരണസമിതിയും പ്രതിക്കൂട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടുന്ന് കൊടിയുടെ പുനർനിർമ്മാണം നടക്കുന്ന സമയത്താണ് കൊടിമരത്തിന്റെ പുനർനിർമ്മാണം നടക്കുന്നതിൽ ചില ക്രമക്കേടുണ്ടെന്നായിരുന്നു ആരോപണം. വലിയ രീതിയിൽ ഇത്തരത്തിൽ ഫണ്ട് പിരിച്ചതായിട്ടുള്ള ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാജി വാഹനം കൊടുത്തു വിട്ടതിലും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കിക്കൊണ്ട് SIT ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഇത് കേസെടുത്ത് അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടിയായിരിക്കും ഹൈക്കോടതിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യുക.